എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ആദ്യമേ നമുക്കൊരു സിലിണ്ടർ എടുക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഫ്ലാഗിൻ്റെ സ്റ്റാൻഡ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തറ ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമുക്ക് 6 പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ ചെയ്ത് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ഫേസ് മോഡിലേക്ക് പോയി ഈ ടോപ്പ് ഫേസസ് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടം ഫേസസിന് ഇതുപോലെ ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും 6 പ്രസ് ചെയ്ത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം W പ്രസ് ചെയ്ത് ഇതുപോലെ വീണ്ടും നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഈ പ്രോസസ്സ് ഒരു 2 തവണയും കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് 6 പ്രസ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്കും അതുപോലെ തന്നെ W പ്രസ് ചെയ്ത് ഇതുപോലെ മുകളിലേക്കും എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം ഈ ബോട്ടം പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ കുറച്ചൊന്ന് താഴേക്ക് കൊണ്ടുവരാം. ഇനി വീണ്ടും ഒരു സിലിണ്ടർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 6 പ്രസ് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. അതിനുശേഷം ഹൈറ്റിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ സ്ട്രെച്ച് ചെയ്ത് വിടാം. ആവശ്യാനുസരണം നമ്മുടെ നീളം നോക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് കുറച്ച് എഡ്ജസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് സിലിണ്ടറിൽ പോയി നമ്മുടെ സബ് ഡിവിഷൻ ആക്സിസിൽ നമുക്കൊന്ന് 16ലേക്ക് കൊണ്ടുവരാം, 8ൻ്റെ മൾട്ടിപ്പിൾ. അതിനുശേഷം നമുക്ക് മൾട്ടിക്കട്ട് ടൂളിനെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് ഇതുപോലെ കുറച്ച് എഡ്ജസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. Q പ്രസ് ചെയ്തതിന് ശേഷം ഫേസ് മോഡിലേക്ക് പോയി ഈ ഫേസസും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ E കൊടുത്ത് ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. വീണ്ടും നമ്മൾ മൾട്ടിക്കട്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നടുവശത്തായിട്ട് ഒരു ലൂപ്പ് ആഡ് ചെയ്തതിന് ശേഷം Q പ്രസ് ചെയ്ത് നമ്മൾ ആ എഡ്ജ് മോഡിലേക്ക് പോയി ആ ലൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം 6 പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വെർട്ടെക്സ് മോഡിലേക്ക് പോയി ഇതിൻ്റെ മുകളിലെ പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം W പ്രസ് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്സിനെ സെലക്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. 6 പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. ഇനി എഡ്ജ് മോഡിലേക്ക് പോയി നമ്മൾ ഈ എഡ്ജസ് ഫുള്ള് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ താഴെയുള്ള എഡ്ജസും സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ബെവൽ ചെയ്യാം. കൺട്രോൾ B പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ബെവൽ ചെയ്യാം. അതിനുശേഷം 3 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഷേപ്പിലായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് താഴേക്ക് പോയി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം 4 പ്രസ് ചെയ്ത് ഇതുപോലെ വയർ ഫ്രെയിം മോഡിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നമ്മുടെ 1 പ്രസ് ചെയ്തതിന് ശേഷം ഈ താഴെയുള്ള ഈ എഡ്ജസ് നമുക്ക് സെലക്ട് ചെയ്യണം. അതിനെ എഡ്ജ് മോഡിലേക്ക് പോയി ഈ ഒരു എഡ്ജസ് സെലക്ട് ചെയ്യുക, കൺട്രോൾ B കൊടുത്ത് ബെവൽ ചെയ്യുക. ഇവിടെ സെഗ്മെൻറ്റ് 2 കൊടുക്കാം, ഫ്രാക്ഷന് നമുക്കൊരു 0.1ലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതിൻ്റെ വയർ ഫ്രെയിം മോഡിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി നമുക്ക് ഫ്ലാഗ് ആഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബോട്ടത്തിലുള്ള ഈ ഒരു പോർഷൻ നമുക്കൊന്ന് ബെവൽ ചെയ്തൊന്ന് സെറ്റ് ചെയ്യാം. അതിനെ എഡ്ജ് മോഡിലേക്ക് പോവുക, ഇതുപോലെ എഡ്ജ് ലൂപ്പുകളെല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ B കൊടുത്ത് ഇതിനെയും നമുക്ക് ബെവൽ ചെയ്യാം. അതിനുശേഷം 3 പ്രസ് ചെയ്യാം. ഇനി നമുക്ക് പ്ലെയിൻ ആഡ് ചെയ്യാം. അതിനായി ഫ്രണ്ട് വ്യൂവിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് പ്ലെയിൻ ആഡ് ചെയ്യാം. നമ്മൾ W പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇത് 90 ഡിഗ്രിയിൽ നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ 90 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി W പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യാം. അതിനു മുന്നായി നമുക്ക് 6 പ്രസ് ചെയ്ത് ഇതുപോലെ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ W പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഇനി നമുക്ക് ഇതിന് കുറച്ച് സബ് ഡിവിഷൻസ് ആഡ് ചെയ്യാം. അതിനായി പോളി പ്ലെയിനിൽ നമ്മൾ ഈ സബ് ഡിവിഷൻ
നമുക്കിവിടെ കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഡിവിഷൻസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുക. അതിന് ശേഷം നമ്മുടെ ഡിലീറ്റ് ബൈ ഹിസ്റ്ററി, ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, സെൻറ്റർ പൈവറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലാഗിൻ്റെ ഒരു മോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ക്ലോത്ത് ആക്കണം. അതിനായി നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ടാബിലേക്ക് വന്ന് മോഡലിൽ നിന്ന് എഫക്ട്സിലേക്ക് മാറ്റണം. ഇവിടെ എഫക്ട്സിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ എൻ ക്ലോത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ക്രിയേറ്റ് എൻ ക്ലോത്ത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ക്ലോത്തായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ബട്ടണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ ഇത് ആക്ച്വലി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കതല്ല വേണ്ടത്. സോ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാഗിനെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് ബൈൻഡ് ചെയ്യണം. അതിനായി നമ്മൾ ആദ്യമേ ഈ ഒരു ഫ്ലാഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വെർട്ടെക്സ് മോഡിലേക്ക് പോവുക. ഇനി നമ്മൾ ഈ വെർട്ടെക്സസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെനു ബാറിലുള്ള എൻ കൺസ്ട്രെയിനിൽ പോയി പോയിന്റ് ടു സർഫസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫ്ലാഗിലുള്ള പോയിന്റ്സ് മൊത്തം ഈ ഒരു സർഫസിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ ഈ ഫ്ലാഗ് ഈ ഒരു പോസ്റ്റിലേക്ക് അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് ഈ പോസ്റ്റിനുള്ളിലേക്ക് പോവാണ്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രെയിം ബാക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ ക്ലോത്തിൽ വന്നതിന് ശേഷം ക്രിയേറ്റ് പാസീവ് കൊളൈഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് ഉള്ളിലേക്ക് പോകുന്നതല്ല. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗിനെ ഇങ്ങനെ പറപ്പിക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. സോ ഇതിൻ്റെ വിൻഡ് ഡയറക്ഷനാണ് നമുക്ക് മാറ്റേണ്ടത്. ഇവിടെ നമുക്ക് ഫ്ലാഗ് സെലക്ട് ചെയ്തതിന് ശേഷം ആട്രിബ്യൂട്ടിൽ പോയതിന് ശേഷം വിൻഡ് ഡയറക്ഷൻ അല്ല, നമ്മുടെ ഗ്രാവിറ്റി ഫീൽഡ് മാറ്റണം. അതായത് നമ്മുടെ ന്യൂക്ലിയസ് 1ൽ വന്നതിന് ശേഷം നമ്മുടെ ഗ്രാവിറ്റി ആൻഡ് വിൻഡ് എന്നുള്ള ഓപ്ഷനിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഡയറക്ഷൻ ഇവിടെ നമുക്ക് 0 കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പൊസിഷനിൽ വന്ന് 1 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് മൂവ് ആവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡിൻ്റെ സ്പീഡ് നമുക്ക് കുറച്ചൊന്ന് കൂട്ടാം. അതിനായി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ പ്ലേ ചെയ്താൽ നമുക്കിതുപോലെ ഫ്ലാഗ് മൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഫ്രെയിംസ് ഒന്ന് കൂട്ടാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 1000 ഫ്രെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഫുള്ളി ലോഡ് ആയതിനു ശേഷം നമുക്ക് പ്ലേയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ കുറച്ച് ആനിമേഷൻ കിട്ടുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.